ഹായ് മൈ ഡിയേഴ്സ്. ഇന്ന് നമുക്ക് വെനസ്ഡേ ആണല്ലേ. വെനസ്ഡേ വന്നിട്ട് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിലെ പാർട്ട് 10 കാണാം. ഓക്കെ, അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, തൊട്ടടുത്ത ബെൽ ബട്ടണിൽ ഓൾ കൂടെ പ്രസ് ചെയ്താൽ ഞാൻ എടുത്ത എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് തൊട്ടടുത്ത ബെൽ ബട്ടൺ അല്ല, സബ്സ്ക്രൈബ് ചെയ്യുന്ന തൊട്ടടുത്ത ബെൽ ബട്ടണിൽ ഓൾ കൂടെ പ്രസ് ചെയ്താൽ ഞാൻ എടുത്ത എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതാണ്. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിന്റെ കണ്ടിന്യൂഷൻ ആണ്. ഓക്കെ, അപ്പം ക്ലേ സ്ട്രക്ചർ ആൻഡ് ക്ലേ മിനറലോജി. ഓക്കെ, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തെറ്റുന്നുണ്ടോ ഒന്നും വിചാരിക്കില്ല. ഓക്കെ, മോണ്ട് മിനറൽ മോണ്ട് മൊറിലോനൈറ്റ്. ഓക്കെ, എന്താണ് മോണ്ട് മൊറിലോനൈറ്റ്? ഞാൻ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ സാധാരണ എന്താ പറയാ, ഇല്ലൈറ്റിലും പിന്നെ കാവലിനായിട്ടിലും നമ്മൾ വെള്ളം എത്ര ആഡ് ചെയ്താലും അത് ഒരുപാട് സ്ട്രിങ്ക് ആവത്തില്ല. ചിലപ്പോൾ കുറച്ചൊക്കെ സ്ട്രിങ്ക് ആവും, ചിലപ്പോൾ സ്ട്രിങ്കേ ആവത്തില്ല, അത് അതേ ഷേപ്പിൽ തന്നെ ആയിരിക്കും പോകുന്നത്. ഓക്കെ, പക്ഷെ ഈ മോണ്ട് മൊറിലോനൈറ്റിന് ഒരു പ്രോബ്ലം ഉണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം എത്രത്തോളം ആഡ് ചെയ്തോ അത് ഒരുപാട് സ്ട്രിങ്ക് ആവും. അതുപോലെ തന്നെ അത് എത്രത്തോളം ഡ്രൈ ആവുന്നോ ഒരുപാട് സ്വെല്ലാവും. സ്ട്രിങ്ക് അല്ല, സ്വെല്ലാവും. അതുപോലെ തന്നെ അത് എത്രത്തോളം ഡ്രൈ ചെയ്യുന്നു അത് ഷ്രിങ്ക് ആയി മാറിയിട്ട് അതിന്റെ ഒരുപാട് ക്രാക്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ ഇങ്ങനത്തെ ഉള്ള സോയിലിൽ നമ്മൾ വീട് വെക്കുകയാണെന്ന് വിചാരിച്ചു. അതാണ് വീട് വെക്കുക. വീട് വെച്ച് കഴിയുമ്പോൾ എന്തായിരിക്കും ആകുന്നത്? വീട് വെച്ച് കഴിയുമ്പോൾ നമുക്ക് സാധാരണ ഒരു ഫൗണ്ടേഷൻ ആണ്, നമ്മൾ സ്റ്റെപ്പ് ഫൂട്ടിംഗ് ആണ് വെക്കുന്നത് വിചാരിച്ചു. ഈ ഒരു സ്റ്റെപ്ഡ് ഫൂട്ടിംഗ് വെക്കുന്ന സമയത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റെപ്ഡ് ഫൂട്ടിംഗ് ആണോ അതോ ഫ്ലാറ്റ് ഫൂട്ടിംഗ് ആണോ എന്തോ ഫൂട്ടിംഗ് വെക്കുകയാണ്. ഈ ഫൂട്ടിങ്ങിന് മേളിൽ നമ്മൾ ഒരു സൂപ്പർ സ്ട്രക്ചർ വെക്കും. അപ്പം എന്താവെന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം കഴിയും തോറും ചിലപ്പം നല്ല എന്താ പറയാ മഴയുള്ള സമയത്ത് അതുകൊണ്ട് വീട് വെച്ചു. അത് കഴിഞ്ഞിട്ട് ആ ഒരു ക്ലൈമറ്റ് മാറി ഹോട്ടാവും, സമ്മർ ടൈം ആവും. സമ്മർ ടൈം ആയി കഴിയുമ്പോൾ എന്താവും? സമ്മർ ടൈം ആയി കഴിയുമ്പം ആ ഒരു സോയില് മഴ പെയ്തപ്പോ എന്തായി, കുറച്ച് സ്ട്രിങ്ക് ആയി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ കെട്ടിയത്. പക്ഷെ എന്താ പറയാ, ഡ്രൈ ആവുന്ന സമയത്ത് എന്താവും? സമ്മർ ടൈം ഡ്രൈ ആവുക ചെയ്ത്. അപ്പൊ എന്താവും വരുന്നത്? അവിടെ മുഴുവനും വെള്ളമെല്ലാം അങ്ങ് പോവും. അതിന്റെ അകത്തിരിക്കുന്ന വെള്ളമെല്ലാം പോയി കഴിയുമ്പോൾ അതെന്താവും? അത് ഷ്രിങ്ക് ആവും. ഷ്രിങ്ക് ആയി കഴിയുമ്പോൾ എന്താവും? ആ ഒരു സോയില് സെറ്റിൽമെന്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ വീടിന് എന്താവും? ക്രാക്സ് വരും. അങ്ങനത്തെ ടൈപ്പ് ഓഫ് സോയിലാണ് നമ്മൾ മോണ്ട് മൊറിലോനൈറ്റ്. അപ്പൊ ഇതിൽ നമ്മൾ വീട് കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞ് സെറ്റിൽമെന്റ്സ് ഒരു സൈഡ് വലുതാവും, ഒരു സൈഡ് ചെറുതാവും, അല്ലെങ്കിൽ ഒരു സൈഡ് ഈ ഒരു സൈഡ് വലുതാവും, ഈ ഒരു സൈഡ് ചെറുതാവും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ, വീട് നോക്ക് ക്രാക്ക് വരാനുള്ള ചാൻസ്. നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ട് ഒരുപാട് സ്റ്റേറ്റ്സിൽ ഈ ഒരു ടൈപ്പ് ഓഫ് സോയിലാണ് ഉള്ളത്. ഇതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു സോയിലിന് മെയിൻ ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് പാടില്ല. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സാധാരണ ടൈപ്പ് ഓഫ് റെസിഡൻഷ്യൽ ബിൽഡിംഗ് ഒക്കെ ആണെങ്കിൽ അവിടുത്തെ ആ ഒരു സോയിൽ മുഴുവൻ റിമൂവ് ചെയ്തിട്ട് അവിടെ സാൻഡ് ഫില്ല് ചെയ്തിട്ട് അതിന്റെ മേളിലായിരിക്കും നമ്മൾ ഫൗണ്ടേഷൻ വെച്ചിട്ട് സൂപ്പർ സ്ട്രക്ചർ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ നമുക്കിപ്പം ഒരു വലിയ ഫ്ലാറ്റും അല്ലെങ്കിൽ മാളൊക്കെ കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ ഇത്ര സോയില്, അപ്പൊ എന്ത് ചെയ്യും നമ്മള്? ഈ ഒരു സോയില് നമ്മള് അണ്ടർ റീംഡ് പൈലായിരിക്കും കൊടുക്കുന്നത്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സ്വെല്ലും ഷ്രിങ്കും ആയി കഴിഞ്ഞാലും അവിടെ ആ ഒരു സോയില് എന്താ പറയാ, ആ ഒരു ബിൽഡിങ് അങ്ങനെ തന്നെ നിലനിൽക്കും. ഓക്കെ, മനസ്സിലായോ മോണ്ട് മൊറിലോനൈറ്റിന്റെ പ്രോബ്ലംസ്? ഓക്കെ, ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നാ എങ്ങനെയാന്ന് നിങ്ങൾ ജസ്റ്റ് ഇത് വായിച്ച് പഠിച്ചാൽ മാത്രം മതി. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഹാലോസൈറ്റ്. അത് സെയിം കാവോലിനൈറ്റ് പോലെ തന്നെയാണ്. എന്താ കാവോലിനൈറ്റ്? കാവോലിനൈറ്റ് ഒരുപാട് ഷ്രിങ്കും ആവത്തില്ല, സ്വെല്ലും ആവത്തില്ല. ചൈന ക്ലേ ആണ് കാവോലിനൈറ്റ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വരുന്നതാണ് ഡബിൾ ഡിഫ്യൂസ് ലെയർ. ഈ ഡബിൾ ഡിഫ്യൂസ് ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും അറിയാമോ? എന്താ ഡബിൾ ഡിഫ്യൂസ് ലെയർ? നമ്മളിപ്പോ ഒരു ക്ലേ മിനറൽ എടുക്കുക. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു ക്ലേ മിനറൽ എന്താ. ക്ലേ മിനറൽ ഈ സൈഡ് എല്ലാം വന്നിട്ട് മീൻസ് ലോങ്ങർ സൈഡ് എല്ലാം വന്നിട്ട് ഒരു നെഗറ്റീവ് ആയിരിക്കും, നെഗറ്റീവ് സൈൻ ആയിരിക്കും വരുന്നത്. ഒരു പോസിറ്റീവ്. ഇപ്പൊ ഇതെല്ലാം എന്തായിരിക്കും? ഒരു ഇലക്ട്രിക് ചാർജ് ഉണ്ട്. മീൻസ് ക്ലേ മിനറലില് ഇലക്ട്രിക് ചാർജ് ഉണ്ട്. ഓക്കെ, അങ്ങനെ വിചാരിക്കുക. അപ്പൊ എന്താന്ന് വെച്ചാൽ ഈ ഒരു മൈനസ് സൈഡ് വന്നിട്ട് വാട്ടറുടെ പ്ലസ് സൈഡുമായിട്ട് അത് അട്രാക്ട് ആവും. കണ്ടോ? ഇത് കണ്ടോ അട്രാക്ട് ആവുന്നത്? ഇതിങ്ങനെ അട്രാക്ട് ആവും. ഓക്കെ, അതുപോലെ തന്നെ
അടുത്ത വാട്ടർ മോളിക്യൂൾ നമ്മൾ ഇനി ആഡ് ചെയ്യുകയാണെങ്കിൽ അത് വന്നിട്ട് അട്രാക്ട്. അപ്പം ആദ്യത്തെ ഒരു റിജിഡ് ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ലെയർ വരയ്ക്കും വന്നിട്ട് വാട്ടർ ഇത് അട്രാക്ട്. അപ്പൊ എന്തായിരിക്കും, ഇതിനൊരു ഹൈ പ്ലാസ്റ്റിസിറ്റി ആയിരിക്കും ഇതിന് കൊടുക്കുന്നത്, ഒരുപാട് ഹൈ പ്ലാസ്റ്റിസിറ്റി ആയിരിക്കും കൊടുക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ പിന്നെയും വെള്ളം ആഡ് ചെയ്യുമ്പം ഈ ഒരു വാട്ടർ മോളിക്യൂളിന്റെ മീൻസ് നെഗറ്റീവുമായിട്ട് അടുത്ത വാട്ടർ മോളിക്യൂളിന്റെ പോസിറ്റീവായിട്ട് ഇത് അട്രാക്ട്. മനസ്സിലായോ? അടുത്ത വേണ്ട ഈ ഒരു പോസിറ്റീവ്, അതുപോലെ തന്നെ ഈ ഒരു നെഗറ്റീവ് പോസിറ്റീവായിട്ട് അട്രാക്ട്. ഓക്കെ, അപ്പൊ ഇതുവരെ ഒരു റിജിഡ് ലെയർ മീൻസ് ആ ഒരു സോളിഡ് സ്ട്രക്ചർ. അതുപോലെ തന്നെ ചപ്പാത്തി കുഴക്കുമ്പോൾ എങ്ങനെയായിരിക്കും, വെള്ളം ആഡ് ചെയ്യും തോറും അതൊരു ലെയർ വരയ്ക്കുക വന്നിട്ട് ആ ഒരു എന്താ പറയാ മീൻസ് ആ ഒരു മാവ് ഇരിക്കത്തുള്ളൂ. ചപ്പാത്തി കുഴയ്ക്കുമ്പോൾ ആ ഒരു മാവ് ഇരിക്കത്തുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ മാവില് വെള്ളം ഒഴിച്ച് എന്താവും, അത് വെള്ളം പോലെയാവും. അത് നമുക്ക് ദോശ ഉണ്ടാക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, മനസ്സിലായോ? അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എന്താണ് ഡബിൾ ഡിഫ്യൂസ് ലെയർ. ഓക്കെ, ഇവിടെ വരെ റിജിഡ് ലെയർ. അത് കഴിഞ്ഞിട്ട് ഇത് ലൂസായി മാറും. ലൂസ് ആ ഒരു വെള്ളം അല്ല, ആ ഒരു കട്ടിയായിട്ടുള്ള സോയിൽ വന്നിട്ട് വെള്ളമായിട്ട് മാറും. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റൻസിറ്റി ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം നമ്മൾ ആഡ് ചെയ്യുമ്പോൾ, മനസ്സിലായി, വെള്ളം നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ആദ്യം നല്ല റിജിഡ് ലെയർ ആയിരിക്കും. അത് കഴിഞ്ഞത് ലൂസായി മാറും. മീൻസ് അതിന്റെ ഒരു എന്താ പറയാ അട്രാക്ഷൻ അത് കൂടിക്കൊണ്ടേ അല്ല, അട്രാക്ഷൻ ലൂസായിട്ട് മാറും. ഓക്കെ, അതാണ് പറയുന്നത്. ഓക്കെ, കണ്ടോ, ഇവിടെ കൂടുതലായിരിക്കും, ഇവിടെ കുറവായിരിക്കും. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തതിലോട്ട് പോകാം. ഇനി അടുത്ത് വരുന്ന ഡബിൾ ഡിഫ്യൂസ് ലെയറിന്റെ എക്സ്പ്ലനേഷൻ ആണ്. അപ്പൊ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് the layer on the soil up to which limit of attraction due to the electric forces is known as double diffuse layer. Next വരുന്നതാണ് water held in the zone of diffuse layer is called absorbed water. Okay, മീൻസ് ആ ഒരു ഡിഫ്യൂസ് ലെയറിന്റെ ആ ഒരു സോൺ വരയ്ക്ക് പറയുന്നതാണ് അബ്സോർബ്ഡ് വാട്ടർ. ഓക്കെ, ഇതിന് മെയിൻ ആയിട്ട് ഈ ഒരു ഡിഫ്യൂസ് ലെയർ ഉണ്ടാകുന്നത് ഏതിലായിരിക്കും, ക്ലേയിലായിരിക്കും ഉണ്ടാകുന്നത്. സാൻഡിലൊന്നും ഈ ഒരു ഡിഫ്യൂസ് ലെയർ കാണത്തില്ല. ഓക്കെ, പിന്നെ ബിക്കോസ് ഓഫ് ദ നെറ്റ് ഇലക്ട്രിക്കൽ ചാർജസ് പ്രസന്റ് ഇൻ ഓൺ ദ clay particle, water gets attracted to form a bond. Okay, electrical forces കാരണം clay particles വാട്ടറുമായിട്ട് ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് വരുന്നതാണ് അബ്സോർബ്ഡ് വാട്ടർ ഇമ്പാർട്സ് പ്ലാസ്റ്റിറ്റി ടു ക്ലേ. ക്ലേന് വന്നിട്ട് പ്ലാസ്റ്റിറ്റി കൊടുക്കും. ഓക്കെ, പിന്നെ കെറോസിൻ. ഇപ്പൊ നമ്മൾ വാട്ടറിന് പകരം കെറോസിൻ ആണ് ആഡ് ചെയ്ത്. കെറോസിൻ വന്നിട്ട് ഒരു നോൺ പോളാർ ലിക്വിഡ്. നോൺ പോളാർ ലിക്വിഡ് എന്താണ്, അതിൽ ഇലക്ട്രിക് ചാർജസ് ഇല്ല. അങ്ങനത്തെ ഒരു ലിക്വിഡിൽ നമ്മൾ എന്താ പറയാ ഒരു കുറച്ച് ക്ലേ നമ്മൾ ആഡ് ചെയ്യാന്ന് വെച്ചാൽ അത് താഴെ വന്നിട്ട് അടിഞ്ഞു കൂടും. അത് ഒരിക്കലും വന്നിട്ട് അത് ക്ലേ എന്താ കെറോസിനായിട്ട് മിക്സപ്പ് ആവത്തില്ല. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് നെക്സ്റ്റ് പിക്ചർ ആയിട്ട് കാണിച്ചിരിക്കുന്നതാണ് കേട്ടോ. അതിന്റെ ഒരു ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്ത പിക്ചറാണ്. ഇതാണ് ക്ലേ പാർട്ടിക്കിൾ. വാട്ടർ പാർട്ടിക്കിളുടെ പോസിറ്റീവ് ചാർജ് ആയിട്ട് ഇത് അട്രാക്ട് ആവും. നെഗറ്റീവ് ചാർജ് ഇവിടെ ആയിരിക്കും ഉണ്ടാകുന്നത്. അടുത്ത് നമ്മൾ ഇനി വാട്ടർ ആഡ് ചെയ്യുമ്പോൾ വാട്ടറുടെ അടുത്ത പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് ആയിട്ട് അട്രാക്ട് ആവും. അതുപോലെ തന്നെ നെഗറ്റീവ് ചാർജ് പോസിറ്റീവ് ചാർജ് ആയിട്ട് അട്രാക്ട് ആവും. ഓക്കെ, അപ്പം ഒരു ലെയർ വാട്ടർ മീൻസ് ആദ്യത്തെ ഒരു ലെയർ വന്നിട്ട് റിജിഡ് ലെയർ, അടുത്തത് ഒരു ലൂസ്ലി ഹെൽഡ് ലെയറുമാണ്. ഈ രണ്ട് ലെയറിലും കൂടെ പറയുന്നതാണ് ഡബിൾ ലെയർ. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതാണ് സ്പെസിഫിക് സർഫസ് ഏരിയ. എന്താണ് സ്പെസിഫിക് സർഫസ് ഏരിയ? സ്പെസിഫിക് സർഫസ് ഏരിയ നമ്മൾ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഫ്ലൂയിഡ് മെക്കാനിക്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഈ സ്പെസിഫിക് സർഫസ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ കുറച്ച് വലിയ സൈസ് സോയിൽ പാർട്ടിക്കിൾസ് ഒന്ന് എടുക്കുക. ഏതായിരിക്കും? ബോൾഡറും ഗ്രാവലും എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഓക്കെ, പിന്നെ നമുക്ക് എന്താ പറയാ സാൻഡ്. ബോൾഡർ നമ്മുടെ കയ്യിൽ എടുക്കാന്ന് വെച്ചു, ഒരു വലിയ ബോൾഡർ 800 mm ഡയമീറ്റർ ഉള്ള ബോൾഡർ നമ്മൾ കയ്യിലെടുക്കുക. 4 വന്നിട്ട് നമ്മുടെ കയ്യിലിരിക്കത്തുള്ളൂ. 4 നമ്മൾ കയ്യിലെടുക്കത്തുള്ളൂ. അതേ സമയത്ത് വന്നിട്ട് നമ്മള് കോബിൾ എടുക്കണം. മീൻസ് ഗ്രാവലിന്റെയും ബോൾഡറിന്റെയും ഇടയ്ക്ക് വരുന്നതാണ് ഞാൻ പറഞ്ഞത്. അത് നമ്മൾ എടുക്കുക കോബിൾ. കോബിൾ എടുത്തു കഴിയുമ്പോൾ അത് വന്നിട്ട് നമ്മുടെ കയ്യിൽ എത്ര എണ്ണം വെക്കാൻ പറ്റും? ഒരു 10 എണ്ണം ഒക്കെ വെക്കാൻ പറ്റും. 4 വരെ 10 എണ്ണം നമുക്ക് വെക്കാൻ പറ്റും. അടുത്ത സൈസ് എന്തായിരിക്കും വരുന്നത്? ഗ്രാവൽ. ഗ്രാവൽ വെക്കുമ്പോൾ എത്ര വെക്കാൻ പറ്റും? നമുക്ക് ഒരു 20 എണ്ണം നമ്മുടെ കയ്യിലോട്ട് നമുക്ക് വെക്കാനായിട്ട് പറ്റും. മനസ്സിലായി?
അത് കഴിഞ്ഞിട്ട് നമ്മൾ സാൻഡ് വെക്കുകയാണെന്ന് വെച്ചാൽ ഗ്രാവലിനേക്കാളും ചെറിയ സൈസ് സാൻഡ് മനസ്സിലായി വെക്കുകയാണെങ്കിൽ അത് നമുക്ക് ഒരുപാട് വെക്കാനായിട്ട് പറ്റും. ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരു കൈ നിറയെ എടുത്തിട്ട് നമുക്ക് വെക്കാനായിട്ട് പറ്റും. മനസ്സിലായോ സർഫസ് ഏരിയയുടെ ഒരു എക്സാമ്പിൾ. എത്രത്തോളം സൈസ് കുറയുമോ മീൻസ് ബോൾഡറിന്റെ സൈസ് കുറഞ്ഞാണ് കോബിൾ ഇരിക്കുന്നത്. കോബിളിന്റെ സൈസ് കുറവാണ് നമ്മുടെ എന്താ പറയാ ഗ്രാവലിന്റെ സൈസ് കുറവാണ് സാൻഡ് ഇരിക്കുന്നത്. എത്രത്തോളം സൈസ് കുറയുമോ അതിന് വന്നിട്ട് സ്പെസിഫിക് സർഫസ് ഏരിയ കൂടുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പം ഇവിടെ പറയുന്നത് the total surface area of soil particles per unit weight or per unit volume of soil. Okay. Finer the soil, higher the specific surface area. Mont Morillonite clay mineral has highest specific surface area about 800 meter square per gram. Okay. ഇനി അടുത്തത് വരുന്നതാണ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഇത്ര ഡിസ്കസ് ചെയ്തു. ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ക്വസ്റ്റ്യൻസിൽ വരുന്നത് ആണ് ഇവിടെ പറയാൻ പോകുന്നത്. ജസ്റ്റ് നിങ്ങളൊന്ന് കമന്റ് സെക്ഷനിൽ ആഡ് ചെയ്യണം. എന്തായാലും ഞാൻ നിങ്ങൾക്ക് ആൻസർ ഞാൻ ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞാൽ മാത്രം മതി. ഓക്കെ. ഇൻ ദ കേസ് ഓഫ് സിൽട്ട് ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് സ്ട്രക്ചർ ഇസ് എക്സിബിറ്റഡ്. എ സിംഗിൾ ഗ്രെയിൻഡ് സ്ട്രക്ചർ, ബി ഫ്ലോക്കുലേറ്റഡ് സ്ട്രക്ചർ, സി ഹണികോംഡ് സ്ട്രക്ചർ, ഡി വന്ന് ഡിസ്പേഴ്സ്ഡ് സ്ട്രക്ചർ. ഏതായിരിക്കും വരിക? നമ്മള് കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തു അല്ലെ? എന്തായിരിക്കും? ഹണി കോംബ്ഡ് സ്ട്രക്ചർ ആയിരിക്കും വരുന്നത് അല്ലെ? എന്തായിരിക്കും? ഹണി കോംബ്ഡ് സ്ട്രക്ചർ ആയിരിക്കും വരുന്നത്. ഓക്കെ. നെക്സ്റ്റ് വരുന്നതാണ് ദ ഷേപ്പ് ഓഫ് ക്ലേ പാർട്ടിക്കിൾ ഈസ് റൗണ്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തായിരിക്കും? നല്ല റൗണ്ട് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ആണോ? ക്ലേ പാർട്ടിക്കിൾ റൗണ്ട് പാർട്ടിക്കിൾ അല്ല. മീൻസ് അത് റൗണ്ട് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ സാൻഡ് ഗ്രാവലൊക്കെ വന്നിട്ട് റൗണ്ട് പാർട്ടിക്കിൾസ് ആയിട്ടായിരിക്കും എടുക്കുന്നത്. പ്ലാങ്കി എന്ന് പറഞ്ഞാൽ പരന്നിരിക്കുന്ന പാർട്ടിക്കിൾ, അതിന് പറഞ്ഞാൽ പ്ലാങ്കി. ഓക്കെ. ആംഗുലർ ആണ് മെയിൻ ആയിട്ട് ക്ലേ പാർട്ടിക്കിൾ വരുന്നത്. ഓക്കെ. എന്താണ്? ആംഗുലർ. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് ദ ഫിനോമിനൻ ഓഫ് റീഗെയിനിങ് ദ ലോസ്റ്റ് സ്ട്രെങ്ത് with the passage of time under constant water content is called. നമ്മൾ ഇത് നോക്കിയിട്ടുണ്ട്. ഓക്കെ. എന്തായിരിക്കും? കമന്റ് സെക്ഷൻ ഒന്ന് ആഡ് ചെയ്യണേ. എന്തായാലും ഞാൻ ഇപ്പൊ തന്നെ പറയാം ആൻസർ എന്താണെന്ന്. തിക്സോട്രോപ്പി. എന്താണ്? തിക്സോട്രോപ്പി കേട്ടോ. ലിക്വിഫാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലിക്വിഫാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു സ്ഥലത്ത് നമ്മൾ സോയിൽ എടുക്കുകയാണ്. സോയിൽ നമ്മൾ കുഴിച്ച് ഒരു കിണർ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ സോയിൽ കുഴിച്ചെടുക്കുകയാണ്. അപ്പൊ അവിടെ വന്നിട്ട് സോയിൽ കുഴിച്ചെടുക്കുന്ന സമയത്ത് താഴെ മീൻസ് ഏറ്റവും താഴെ വന്നിട്ട് വാട്ടർ കണ്ടന്റ് കൂടുതലും, മേളിൽ വന്നിട്ട് വാട്ടർ കണ്ടന്റ് കാണത്തില്ല. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വന്നിട്ട് ലിക്വിഫാക്ഷൻ മീൻസ് അവിടുത്തെ ആ വെള്ളം വന്നിട്ട് വെള്ളമല്ല, അവിടുത്തെ സോയിൽ വന്ന് അൺസ്റ്റേബിൾ ആയി മാറും. അൺസ്റ്റേബിൾ ആയി മാറിയിട്ട് അതൊരു ലിക്വിഡ് ഫോമിലോട്ട് പോകും. അതിന് പറയുന്നതാണ് ലിക്വിഫാക്ഷൻ കേട്ടോ. ഇനി അടുത്തത് സാൻഡ് പാർട്ടിക്കിൾസ് ആർ മേഡ് അപ്പ് ഓഫ് എ റോക്ക് മിനറൽ, ബി കാവോലിനൈറ്റ്, സി വന്നിട്ട് ഇല്ലൈറ്റ്, ഡി വന്നിട്ട് ഓൾ ഓഫ് ദി അബവ്. കാവോലിനൈറ്റ് എന്താണ്? ഒരു ക്ലേ മിനറൽ ആണ്. ഇല്ലൈറ്റ് എന്താണ്? ഒരു ക്ലേ മിനറൽ. ഓൾ ഓഫ് ദി അബവ് ആണോ? അല്ല, റോക്ക് മിനറൽ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ ഇത് പറഞ്ഞായിരുന്നു, ഇപ്പൊ ഡിസ്കസ് ചെയ്തേ ഉള്ളൂ അല്ലെ? കെറോസിൻ ലിക്വിഡ് does not cause any plasticity to the clay because it is A electrically neutral, B polar liquid, C വന്നിട്ട് non polar liquid, D വന്നിട്ട് not having Montmorillonite. ഏതായിരിക്കും ആൻസർ വരിക? It is a non polar liquid കേട്ടോ. നോൺ പോളാർ ലിക്വിഡ് ആയതുകൊണ്ടാണ് അത് വന്നിട്ട് വരാത്തത്. ഒരു മിനിറ്റ്. അപ്പം അടുത്ത ക്ലാസ്സിൽ വന്നിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കാണാം. ഓക്കെ. താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ എക്സാംസ്.